ജീവനുള്ള ദൈവത്തിൻ്റെ മിശിഹ പുത്രനാണ് നീ എന്ന് പറഞ്ഞ സമയത്ത് ഈശോ പറഞ്ഞു, ഇവിടെ വെച്ച് സാക്ഷരത ഈ ക്ലാസ് അവസാനിക്കുകയാണ്. കർത്താവ് പറഞ്ഞു ഈ ക്ലാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഈ പ്രൊക്ലെയിം മീ മൈസെൽഫ് ആസ് എ മിശിഹ, നീ എന്നെ മിശിഹയായിട്ട് രക്ഷകനായിട്ട് ദൈവപുത്രനായിട്ട് ഏറ്റു പറഞ്ഞു. അത് നീയല്ല, അത് ഐ നോ ഇറ്റ്. അത് നീയല്ല, എൻ്റെ പിതാവിൻ്റെ പരിശുദ്ധാത്മാവാണ് നിന്നിലൂടെ സംസാരിച്ചത്. അപ്പോൾ അതാണ് നിനക്ക്. പക്ഷേ പിന്നെ ഈശോ പറയും, ഈ പറഞ്ഞത് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന് പേയ്മെൻ്റ് ഉണ്ട്. ഇത് നീ അറിഞ്ഞു, അത് അനുഭവമാക്കുന്നതിന് വേണ്ടി പേയ്മെൻ്റ് ഉണ്ടെന്ന് പറയും. അതിനാണ് അതിനുശേഷം അവൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അതിൻ്റെ താഴെയുള്ള വീടാർപ്പണ പ്രവചനം വായിച്ച് 17 താഴെയുള്ളത് 16:21. അപ്പോൾ മുതൽ ഇപ്പോൾ മുതലാണ് സംഭവിക്കുന്നത്. എന്താണ് അപ്പോൾ മുതൽ? യേശു അതെ, ക്രിസ്തുവാണെന്നുള്ള അറിവിൽ കൊണ്ടേ 10 ദിവസം എത്തിച്ചു. ആ ക്ലാസ് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു തുടങ്ങി. രണ്ടാമത്തെ അറിയിപ്പ് തുടങ്ങിയാണ്. ആ ക്ലാസ് മാറുക പക്വതയിലേക്ക്. നമുക്ക് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരാൻ വേണ്ടി പറയുമ്പോൾ പക്വതയിൽ ക്രിസ്തുവിനെ നിത്യതയുടെ അച്ചാരമായിട്ട് കണ്ടെത്തിയവൻ, അതിൻ്റെ മുഴുവൻ തുക കൊടുത്താൽ മാത്രമേ ഇത് മൊത്തമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് മാറത്തുള്ളൂ. നീ ക്രിസ്തുവാണെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയാണ്, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അച്ചാരം മാത്രമാണത്. അതിൻ്റെ മുഴുവൻ തുകയും കൊടുക്കണം. അതിനകത്ത് പേയ്മെൻ്റ് ഉണ്ട്. കുറച്ച് ക്രിസ്തുവിനെ പ്രതി കുറച്ച് ക്ലേശങ്ങളുണ്ട്, അല്ലേ? അതാ ക്ലേശങ്ങൾ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. നമുക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ അത് കുറച്ച് ലോങ് ചെയ്യുന്നതാണെങ്കിൽ അത് നിങ്ങൾ ക്രിസ്തുവിനെ പ്രതിയാക്കണം. കാര്യം നിങ്ങൾ പറയും ഉടമ്പടി എടുത്തിട്ട് 5 കാര്യങ്ങളും നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. ഇപ്പോൾ ഒന്നും മാറാത്ത പോലെയാണ് ഈ പന്നി പറയണത്. അതാണ് പ്രശ്നം. ഈ 5 കാര്യങ്ങൾ ഉടമ്പടി എടുത്ത് നടന്നു, ഭർത്താവിൻ്റെ സംശയം മാത്രം മാറിയില്ലെന്ന് പറയും. അപ്പോൾ ഇവർക്ക് 5 കാര്യങ്ങൾക്കും ഇവർക്ക് ഒന്നും നടക്കാത്ത പോലെയുള്ള ആളിഞ്ഞ മോന്ത്യമായിട്ടാണ് ഇവർ കസാനം കെട്ടി എഴുന്നള്ളിക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അവിടെ എൻ്റെ വിഷയം എന്ന് പറയണത്, ഈ സംശയം എന്ന് പറയുന്നത് ചില സമയത്ത് ഒരു 5 കൊല്ലം കൂടി എടുക്കുമെന്ന് വിചാരിച്ചു. അത്രയും കാലമുള്ള ക്ലേശങ്ങളെ ക്രിസ്തുവിനെ പ്രതി എടുക്കണം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ. മത്തായി 16:24. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു. യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കണ്ടോ? അപ്പോഴിനി അടുത്ത നടപടിയിൽ നമുക്ക് 6 കാര്യങ്ങൾ എഴുതി വെച്ചാലും ചിലപ്പോൾ 3 കാര്യങ്ങൾ നടന്നിട്ട് 3-ാമത്തെ കാര്യം നിങ്ങൾ ഓർക്കും, അടുക്ക ഉടനെ പുതുക്കുമ്പോൾ ഉടനെ നടക്കുമെന്ന്. പുതുക്കുമ്പോൾ ഉടനെ അത്ഭുതം നടക്കും. എന്താ നടക്കണമെന്നറിയാമോ? ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ നിങ്ങളുടെ കണ്ണ് തുറന്നു തരും കർത്താവ്. എന്താ അത്? നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ക്ലേശങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ദൈവസ്നേഹത്തോടെ എടുത്താൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു തരും. അതും അതിലെ പരിശുദ്ധാത്മാവിന് നിത്യതയും കിട്ടും. അപ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞ് ഇത് ഭയങ്കര പാടാണ്, ഇത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് അവനോട് ദുർന്യായം പറയാൻ തുടങ്ങി. അങ്ങനെയല്ല കർത്താവേ. അപ്പം നിങ്ങളും പറയും അതുപോലെ. അങ്ങനെയല്ല, ബാക്കി എനിക്ക് മകന് ജോലി കിട്ടിയത് അവന് കൊള്ളാം, പക്ഷേ സംശയം ഭർത്താവിൻ്റെത് ഞാനല്ലേ അനുഭവിക്കണത്, എന്നെയല്ലേ സംശയം. മകന് ജോലി കിട്ടി അത് കൊള്ളാം, അതിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവൻ എങ്ങനെയും നേടിയെടുത്തുള്ളൂ. എന്നാലും സംശയം ഒന്ന് മാറ്റി. അപ്പോൾ നോക്കുക, അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണ്ടപ്പോഴും
അപ്പോൾ അപ്പോഴും നിങ്ങളുടെ അവലാദികൾ മാറിയാൽ മതി. അപ്പോൾ ആവലാതി മാറ്റാനുള്ള ഉപാധിയായിട്ട് ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞാൽ ക്രിസ്തുവിനിൽ നിന്നുള്ള യഥാർത്ഥ കൃപ നിങ്ങൾക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. യു ഗോട്ട് ദ പോയിന്റ്. വീഡിയോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പോൾ ഉടനെ 10 ദിവസം മത്തായി 16:22 പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പൊ ഇത് ഇത്രയും പറയുമ്പോൾ ക്ലേശങ്ങൾ വരുമ്പോൾ പറയും അത് നടക്കാതിരിക്കട്ടെ കർത്താവേ, അത് നടക്കാതിരിക്കട്ടെ കർത്താവേ എന്ന് പറയും. ഇത് നമ്മളെല്ലാവരും പറയും, ഞാനും പറയും, നിങ്ങളും പറയും. പക്ഷേ സെക്കൻഡ് ഫേസ്, എന്നെപ്പോലുള്ള ഒരു സെക്കൻഡ് ഫേസിൽ അത് നടക്കണേ കർത്താവേ, നിൻ്റെ തിരുമനസ്സ് നിറവേറിയാൽ മതി, നിൻ്റെ നാമം പൂജിതമായാൽ മതി, അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറയും. കാര്യം സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയണത് ഒരു രക്ഷയുമില്ലാത്തൊരു പ്രാർത്ഥനയാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ജന്മത്തെ നിലനിർത്താൻ കഴിയാൻ പറ്റും. ഒരു വരി മതി. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. ഈ ഒരൊറ്റ ഒരു ആദ്യം മതിയെങ്കിൽ നമുക്കൊരു ദിവസം മൊത്തം ജീവിക്കാൻ പറ്റും. എന്താ പറഞ്ഞ കർത്താവ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയും രക്ഷിക്കണമേ. പ്രലോഭനം എന്തെല്ലാം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. ഒരുത്തൻ സ്വിറ്റ്സർലൻഡിൽ പോയപ്പോഴും ഉടനെ അവൻ പറഞ്ഞ് അവിടെ 4 ലക്ഷം ശമ്പളമാണെന്ന് പറഞ്ഞു. ഉടനെ നമ്മുടെ വീട് സ്ഥലവും വിറ്റ് അപ്പനെയും അമ്മനെയും പുതപ്പിച്ച് കിടത്തിയിട്ട് നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോകും. പ്രലോഭനമാണ്. അവിടെ ചെന്നപ്പോൾ കൂട്ടുകാരൻ ജോലി കിട്ടി, അവൻ്റെ ജോലി തന്നെ അവിടെ നമ്മളവിടെ ചെന്നപ്പോൾ അവൻ്റെ ജോലിയും പോയി. അങ്ങനെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. നമ്മളെല്ലാം നന്മയായിട്ട് തോന്നണതാണത്. ഈ പ്രലോഭനത്തിൽ ഉൾപ്പെട്ട് കേരളം ഒരു പരുവത്തിലായി, കണ്ടവൻ്റെ കയ്യിലുമായി, നമ്മുടെ കിഡ്നി വരെ ബാങ്കുകാരൻ്റെ കയ്യിലായി. എന്താണ് അതിന് തമസമല്ലേ? എല്ലാവരുടെ കിഡ്നിയും പണയമാണ്. ഇടയ്ക്കൊന്ന് തപ്പി നോക്കണേ, ബാങ്കുകാർ അടിച്ചിട്ട് പോയാന്നറിയത്തില്ല. അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഓരോ കാര്യം വരുമ്പോൾ മക്കളെടുത്ത് ചാടും, നമ്മളെ കൂടെ ചാടും. എന്നാൽ ക്യാമറ വെള്ളത്തിലോട്ട് പോട്ടെ, ആ വെള്ളത്തിലോട്ട് പോട്ടെ. നമ്മൾ മക്കളുടെ കൂടെ ചാടുകയാണേ. മക്ക് വിവരമില്ല പറഞ്ഞായിരിക്കും ചിലപ്പോഴേ അവിടെ കൂട്ടുകാരൻ്റെ പോയെന്ന് പറഞ്ഞാണ് നമ്മളുടെ വീട് സ്ഥലവും വിറ്റ് ആ വെള്ളയുടെ കൂടെ വെള്ളത്തിൽ ക്യാമറയുമായിട്ട് ചാടണ പോലെ ചാടിയതാണ്. അങ്ങനെ വരുമ്പോൾ ഞങ്ങളെ എപ്പോഴും നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. എന്താണ്? ഞങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് മൊത്തം പ്രാർത്ഥിക്കുന്നതിനേക്കാളും അത് നിങ്ങൾ പ്രാർത്ഥിച്ചോ, പക്ഷേ അതിൻ്റെ ഓരോ വരിയും രാവിലെ എഴുന്നേൽക്കുമ്പോൾ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ, അന്ന് ഇന്നത്തെ കാര്യം നടത്തി തരണമെന്നാണ്. അതിൽ ഏറ്റവും വലിയ സംഭവം അത്. പിന്നെ എന്താണ്? ഞങ്ങൾക്ക് എന്തെല്ലാം നടത്തി തന്നാലും ഞങ്ങൾ പ്രലോഭനത്തിൽ വീണ് കഴിഞ്ഞാൽ ഈ ജന്മത്ത് പൊങ്ങി വരത്തില്ല. കാരണം നമ്മുടെ വീടും കുടിയും എല്ലാം പാട്ടത്തിലും കടത്തിലുമായി. നമ്മൾ ഒരു മെത്തയുടെ പരസ്യം കാണുമ്പോൾ തോന്നും, ഒരു മെത്തയുടെ പരസ്യം കണ്ട് പപ്പ നല്ല മെത്ത, നല്ല അടി, നമുക്കതൊരെണ്ണം മേടിക്കണം. എന്തിനാണ്? വാടക വീട്ടിൽ ഇടാനാണ്. അപ്പം ചോദിക്കണം അതാണ്. ഈ പരസ്യം കാണുമ്പോൾ മക്കൾ ചാടും, പക്ഷെ അപ്പം പറയും ഇത് നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അയാൾ ഇറങ്ങാൻ വരുമ്പോൾ ഈ മെത്തയും കൂടി വലിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് വെറുതെ പോയാൽ മതി. നമ്മൾ വാടക വീട്ടിൽ കൊണ്ടുപോയി മെത്ത ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത വണ്ടിക്ക് ഏത് ഓട്ടോറിക്ഷക്കാരനും പിന്നെ 120 രൂപ വരെ കൊടുക്കണം ഈ മെത്ത ചുമക്കാൻ വേണ്ടി. അതാ പ്രശ്നം. അപ്പോൾ ഒരു പ്രലോഭനത്തിൽ വീണതാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് കർത്താവ് നേരത്തെ അഡ്വാൻസായിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്രെയറാണത്. അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നറിയാം. പ്രൊട്ടക്ഷൻ പ്രെയർ ഉണ്ട്, ഡെലിവറൻസ് പ്രെയർ ഉണ്ട്, ഡെയിലി മെയിൻ്റനൻസ് പ്രെയർ ഉണ്ട്. സ്വർഗസ്ഥനായ പിതാവിൽ നിങ്ങൾ എന്നാ ജാതി ആയാലും ശരി, ആ സ്വർഗസ്ഥനായ പിതാവ് ഒന്ന് പഠിച്ചു വെക്കണം. നല്ലതാണ് കേട്ടോ. ഏത് സമയത്ത് കരകയറുന്നൊരു പിടിയും കിട്ടത്തില്ല, അത്ര സൂപ്പറാണ്. അതിൻ്റെ കൂടെ ഉള്ള അമ്മയുടെ നന്മ അറിഞ്ഞ പറയാം, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോട് കൂടി എന്നുള്ളതും ദൈവഹിതത്തിൽ നിന്ന് കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഒരു ആധ്യാത്മിക മുന്നേറ്റം നടത്താൻ അമ്മ നിങ്ങളുടെ കൂടെ വരുന്ന പ്രാർത്ഥനയാണ് നന്മ അറിഞ്ഞ പറയുക. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പത്രോസിന്റെ ക്രിസ്തുവിലേക്കുള്ള ദൂരത്തിൽ ഒരു ട്രാൻസിഷൻ, എന്താണ്, ഒരു പെട്ടെന്നുള്ളൊരു ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. ഷിഫ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്രോസ് നീ ക്രിസ്തുവാണെന്നെല്ലാം പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പത്രോസിനോട് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പത്രോസ് പ്രഖ്യാപിച്ചു. എപ്പോഴും നമ്മളൊരു ട്രാൻസിഷന് മുമ്പ്, അല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് എക്സ്ട്രാക്ഷൻ വരണം. ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും പിന്നെ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാൻ പോയാൽ പ്രശ്നമുണ്ടാകും. പ്രശ്നമുണ്ടാകുന്നല്ല, നമ്മൾ ക്രിസ്തുവിനെ അത്ര കണ്ട് നമുക്ക് അനുഭവവേദ്യമാകാതെ വരും. പ്രശ്നം എന്താ? ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. വേണമെങ്കിൽ നിരീശ്വരവാദിയായിട്ട് ഞങ്ങൾ ഇവിടെ ജീവിക്കാം. നിരീശ്വരന്മാരൊക്കെ കണ്ടില്ലേ, ടി വിയിലിരുന്ന് ചർച്ച ചെയ്യുന്ന നിരീശ്വരന്മാർ ആരെങ്കിലും അവിടെ എല്ലാം നല്ല ആരോഗ്യമുള്ളവരല്ലേ? ടി വിയിൽ ചർച്ച ചെയ്യണ എല്ലാ നിരീശ്വരന്മാരെന്ന് നോക്കിയേ, എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണ്. അപ്പോൾ സൗന്ദര്യവും ആരോഗ്യം ഉണ്ടാണെങ്കിൽ ഈശ്വര വിശ്വാസം വേണ്ടെന്ന് അവരെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്തിനാണ് വിശ്വസിക്കുന്നത്? ഈ ഭൂമിക്ക് വേണ്ടിയല്ല, ഈ ഭൂമിക്ക് വേണ്ടി മാത്രമല്ല. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യർ 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പറഞ്ഞ ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും നിർഭാഗ്യരാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ജോലിക്കും പ്രൊമോഷനും പെൻഷനും PR-നും മാത്രമാണ് നിങ്ങൾ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ 1 കൊരിന്ത്യർ 15:19 പറയുന്നു, നിങ്ങളെല്ലാ മനുഷ്യരെക്കാളും എന്താണ്? ഹതഭാഗ്യരാണ്. നിരീശ്വരന്മാരെക്കാളും ഹതഭാഗ്യരാണ്. കാര്യം ഈ ജീവിതം അവർക്കുണ്ട്, നമുക്കുണ്ട്. പിന്നെ എന്താ വ്യത്യാസം? പിന്നെ എന്താ കെട്ടിയെടുത്ത് വിശ്വാസിയാകണത്? വിശ്വാസിയാകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവിശ്വാസി എന്നാണ് എൻ്റെ അർത്ഥം. നിത്യത അവകാശമാക്കുക എന്നുള്ളതാണ്. ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതത്തെ, ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കേണ്ട ഒരു ജീവിതത്തെ കണ്ടെത്തുകയാണ്. അതിനൊരു ട്രാൻസിഷൻ വേണം. അതിന് പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒത്തിരി ക്ഷേത്രങ്ങളെ, അതുപോലെ തന്നെ ദൈവസന്നിധാന സങ്കേതങ്ങളൊക്കെ നിലവിലുള്ള ദൈവസങ്കേതങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്. അത് തന്നെയാണ് ഈ സമരക്കാർക്കും സംഭവിക്കുന്നത്. സമരക്കാർക്ക് ഒരു ക്രിസ്തുവിലേക്കുള്ള ട്രാൻസിഷന് മുമ്പ് ഇതുപോലൊരു മലയും അതുപോലുള്ള വിശ്വാസം കാണുന്നുണ്ട്. 4:20 എടുത്ത്. യോഹന്നാൻ 4:20 ഞങ്ങളുടെ പിതാക്കന്മാർ, അതേ കിടക്കണ സംഭവം കണ്ട ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി. മൗണ്ട് ഗെരിസിം, അതാണ് മൗണ്ട് ഗെരിസിം, ഈ മലയിൽ ആരാധന നടത്തി. എന്നാൽ യഥാർത്ഥമായ ആരാധനാ സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോഴേ ജെറുസലേമിന്റെ ആരാധന സ്ഥലത്തേക്ക് അപ്പോഴേ ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താ പറയണ മറുപടി? യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. എന്നെ വിശ്വസിക്കുക എന്ന് പറഞ്ഞേ. സ്ത്രീയെ എന്നെ വിശ്വസിക്കുക. സ്ത്രീയെ അപ്പൊ എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണത്. എല്ലാ സ്ത്രീകളോടും പുരുഷന്മാരോടും പറയണതാണ്. അവിടെ ഇവിടെ ആരാധന ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പറയും, സ്ത്രീയെ പുരുഷ എന്താണ്? എന്നെ വിശ്വസിക്കുക. പിന്നെന്താണ്? ഈ മലയിലോ പറഞ്ഞു, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. അല്ല, വന്നു കഴിഞ്ഞു. അതുകൂടി വായിച്ചോളൂ. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു. ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. ക്രിസ്തു വരണത് യഹൂദരിൽ നിന്നാണല്ലോ എന്നാണ്. രക്ഷ എന്ന് വെച്ചാൽ ക്രിസ്തുവാണ് അവിടെ രക്ഷ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കണത്? ഒരു ട്രാൻസിഷൻ നിങ്ങളുടെ അതായത് അത്ഭുതങ്ങൾ, അതിനുശേഷം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, അതിനുശേഷം വിശ്വാസത്തിൻ്റെ പ്രതപാഠനം പിന്നിട്ട് നമ്മൾ
പക്വതയിലേക്ക് കടക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ രക്ഷകനായിട്ട് സ്വീകരിക്കുന്നു. രക്ഷകനായി സ്വീകരിച്ച് കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ക്രിസ്തു അല്ലാത്ത എല്ലാത്തിനെയും, അല്ല നിത്യജീവൻ നൽകാത്ത എല്ലാത്തിനെയും നമ്മൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് മാറ്റും. എന്തു ചെയ്യും? എന്ത് പറയും? യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. നീയാണ് ക്രിസ്തു, ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹ എന്ന് പറയുമ്പോഴേ നിത്യതയിലേക്ക് നമ്മൾ ക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മളെ ക്ഷണിക്കുന്നത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഞങ്ങളെ അങ്ങയുടെ നാമത്തിലേക്ക് നിത്യതയിലേക്ക് ക്ഷണിക്കുകയും വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പൊ പാല് കൊടുക്കേണ്ട കാലം, കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ട കാലമുണ്ട്. പാല് എപ്പോഴും നമ്മൾ പാലാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത്. ഇപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നു കഴിയുമ്പോൾ ഇറച്ചി കഷ്ണം കൊടുക്കും, അല്ലേ? ചോറ് കൊടുക്കും. ടൈത്തപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് പാലാണ് ആവശ്യം എന്ന് പറയുന്നില്ല. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതനാ യേശുവേ, ഹെബ്രായർ 5:12 ഇതിനകം നിങ്ങൾ എല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞേ. അപ്പൊ നിങ്ങളെല്ലാവരും പ്രാർത്ഥനക്കാരാണല്ലോ. ഇപ്പൊ കസ്മാറ്റിക്കാര് 50 കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനക്കാരുടെ എണ്ണം കൂടി. ബ്രദർമാരെ കണ്ടക്കഴിഞ്ഞ് ഇപ്പോൾ 2 കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന് വല്ല മനസ്സമ്മതം കഴിഞ്ഞാൽ എൻ്റെ കൂടെ എൻ്റെ അച്ഛാ മകളുടെ കല്യാണത്തിന് മനസ്സമ്മതമായി, ഒത്തുചോദ്യം കഴിഞ്ഞെന്ന് പറയും. പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണെന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താ? ബ്രദറാണെന്നാണ് പറയണത്, പ്രാർത്ഥനക്കാരെന്നാണ് വിളിക്കണത്. പെണ്ണിൻ്റെ അപ്പനൊരു പ്രാർത്ഥനക്കാരനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേരള സഭയിൽ ഉരുത്തിരിഞ്ഞ് വന്ന പുതിയൊരു ആത്മീയ വംശമാണ് പ്രാർത്ഥനക്കാരുടെ വർഗം. അപ്പോഴതിൻ്റെ അകത്ത് അതാണ് എൻ്റെ പ്രഥമ പാഠങ്ങളാണത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ് പ്രാർത്ഥനക്കാരുണ്ടാകണത്. പിന്നെ എന്താണ് ഇവിടെ 5:12 അതല്ല പറയണത്. എന്താ പറയുക? ഒന്നിനു വായിച്ചത്? ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അതാണ് പ്രശ്നം. അതായത് ഒരു വിഷയം വരുമ്പോഴേ ഉടനെ കൃപാസനത്തിൽ വന്ന് ബ്രദറിനെ കാണണം, സിസ്റ്ററിനെ കാണണം, അച്ഛനെ കാണണം എന്നല്ല പറയണത്. നിങ്ങളെ പരസ്പരം സങ്കീർത്തനങ്ങൾ കൊണ്ട് പ്രബോധിപ്പിക്കാൻ. സങ്കീർത്തനങ്ങളും വിശുദ്ധ വചനങ്ങൾ കൊണ്ട് പരസ്പരം സാന്ത്വനം ചെയ്യുവാൻ, അഭിവാദനം ചെയ്യുവാൻ. ശ്രുതികട ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. 1 കൊരിന്തോസ് 14:26 നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഒന്ന് പറഞ്ഞ നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. കണ്ടില്ലേ? അപ്പോൾ ഒരു സങ്കടക്കാരൻ വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പറയേണ്ടത് എന്താണ്? ഉടനെ ചെന്ന് കൃപാസനത്തിൽ പോകാൻ പറയും. കൃപാസനത്തിൽ പോകാൻ പറയേണ്ടെന്നല്ല പറയേണ്ടത്, നിങ്ങൾ വളരണമെന്നാണ് പറയണത്. എന്താ കാര്യം? നിങ്ങൾ ഇതിനകം എബ്രായർ 5:12 എന്താ പറയണത്? ഇതിനകം നിങ്ങൾ പ്രബോധകരാകേണ്ടിയിരുന്നവരാണ്. അത് തന്നെയാണ് ഈ പറഞ്ഞ് വായിച്ചിരിക്കണം. ഇത് 1 കൊരിന്തോസ് ഇപ്പോൾ അപ്സം വായിച്ച വചനം ഏതാണ്? 1 കൊരിന്തോസ് 14:26.
നിങ്ങൾ സമ്മേളിക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരു സങ്കീർത്തനമോ സാരോപദേശമോ വെളിപാടോ ഭാഷയോ വ്യാഖ്യാനമോ ഉണ്ടായിരിക്കട്ടെ. ഇവയെല്ലാം ആത്മീയോത്കർഷത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യട്ടെ. ഇന്നിപ്പോഴ് ഉടമ്പടി എടുത്ത പലർക്കും വെളിപാടുണ്ട്. ഉടമ്പടി എടുത്ത പലർക്കും വചനങ്ങൾ അറിയാം. കാര്യം എല്ലാ ദിവസവും ഒരു വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ സഹോദരി രാത്രി 2 മണി വരെ ഇരുന്നാണ് ഈ സാക്ഷ്യങ്ങൾ വചനം കേൾക്കണത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥനയെ വ്യാപരിക്കുമ്പോൾ നമ്മൾ ഒരാളൊരു സങ്കടം പറഞ്ഞാൽ നമ്മൾ ഉടനെ അവരോട്, ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ മാതാവിൻ്റെ മുമ്പ് നിൽക്കുകയാണ്. അവളുടെ മകള് എന്തോ പരീക്ഷയുടെ കാര്യത്തിന് ഭയങ്കരമായ സംഘർഷത്തിലാണ്. അപ്പോൾ ഉടനെ അവിടെ അമ്മ പറയും, 7 മാതാവ് കാണിക്കുന്നുണ്ട് മോളെ, 7-ാം തീയതി ആയിരിക്കും നിൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയും. അപ്പോൾ വെളിപാടല്ലേ അത്. ആ 7-ാം തീയതി 6-ാം തീയതി ആണെങ്കിൽ ആ പേപ്പർ വന്നെങ്കിലും അവൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് 7-ാം തീയതിയാണ് അമ്മ പറഞ്ഞ. അതാണ് ഇന്നലെ കേട്ട സാക്ഷ്യം. 7 മാതാവ് കാണിക്കുന്നുണ്ട് മകളെ, നിൻ്റെ കാര്യം നടക്കണം 7-ാം തീയതി ആയിരിക്കും. അത് വെളിപാടല്ലേ. അപ്പം ഇന്ന് സാധാരണ അമ്മമാർക്ക് പോലും, നിങ്ങളുടെ പിതാക്കന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും പെട്ടെന്ന് നടക്കുന്ന എവിടെയാണ്? ഉടമ്പടിയിലാണ്. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടനടി പരിഹാരവേഗം ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടി പരിഹാരവേഗം അവൻ പറയുന്നത് ചെയ്തിരിക്കും ജീവിതം ധന്യമായി തീർന്നിടും. എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് മാത്രമേ അപ്പോസ്തലന്മാർ ചോദിച്ചുള്ളൂ. നിങ്ങൾ ചോദിക്കേണ്ടത് എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണമെന്നാണ് ചോദിക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്നെ പ്രാർത്ഥിക്കാൻ. കാര്യം കർത്താവ് എന്താ പറയണത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതിനാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമോ? അതിൻ്റെ കാര്യം എന്നെ പ്രബോധിപ്പിക്കാൻ പഠിപ്പിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥന വരെ നമുക്ക് കിട്ടിയിരിക്കും. എന്താ കാര്യം? പ്രബോധിപ്പിക്കുന്നതിനേക്കാളും പ്രാർത്ഥന വരെ 10ാം ക്ലാസ് പാസ്സാതെ എങ്ങനെയാണ് നമ്മൾ +2 പോണത്? മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വലിയ കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കണം. വലിയ കാര്യങ്ങളിലാണ് ധ്യാനം തുടങ്ങിയത്, വലിയ കാര്യങ്ങളാണ് അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടിയാകണം ഉടമ്പടിയിലേക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ക്രിസ്തു പ്രധാനപ്പെട്ട ഫോക്കൽ പോയിൻ്റായി കഴിഞ്ഞാൽ ബാക്കിയുള്ളെല്ലാം ദൈവം നിങ്ങൾക്ക് ചേർത്ത് നൽകുകയും നമ്മൾ ചെയ്യേണ്ട ജോലി ദൈവം നമുക്ക് വേണ്ടി ചെയ്യുകയും ചെയ്യും. ദൈവത്തിൻ്റെ ജോലി നമ്മൾ ചെയ്തുകൊണ്ട് നിത്യതയിലേക്ക് വിജയകരമായി പ്രവേശിക്കുകയും ചെയ്യും. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്കും ജീവിത ദുരന്ത തടസ്സ നിവാരണ പ്രാർത്ഥനയിലേക്കും നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ വചനത്തിൽ പ്രവേശിക്കുകയാണ്. ഒരു നിമിഷം മൗനമായി നമ്മുടെ വിഷമങ്ങളെയും ഇന്നത്തെ പ്രയാസങ്ങളെയും കർത്തൃദിവസത്തിൻ്റെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥയിൽ ഓർക്കാം. ഭക്തിയോടെയും ആദരവോടെയും സമർപ്പിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷമായി അർപ്പിക്കുന്ന കുർബാനയുടെ യോഗ്യതയായി അങ്ങയുടെ അവകാശവും ഓഖ്യമാകുന്ന തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അൾത്താരയുടെ ചുറ്റും ഓൺലൈനിൽ പങ്കെടുക്കുന്ന അക്രൈസ്തരായ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക പൈതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലതുകരം അണിപ്പെടുതാർന്ന അത്ഭുതകരം മക്കളുടെ ശിരസിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിടർ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കൈകൾ കുപ്പി കണ്ണുകളടച്ച് കണ്ണീരിന് നിങ്ങളുടെ കണ്ണീരിന്റെ കാര്യങ്ങളെ ഓർത്തുകൊണ്ടിരിക്കുക. കർത്തൃസന്നിധിയിൽ നിൽക്കുന്നെന്ന് ഓർക്കുക. കാനായിലെ കല്യാണ കുടുംബത്തിൽ നിന്നതുപോലെ കർത്താവിൻ്റെ കൂടെ പരിശുദ്ധ അമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വലിയ സ്വർഗീയ മഹനീയ സമയമാണെന്ന് ഓർക്കുക. കർത്താവെ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, ആത്മാവിൻ്റെ ശരീരത്തിൻ്റെ വൈദ്യ കർത്താവ് വൈദ്യനും വൈദ്യവുമായ യേശുക്രിസ്തുവേ, വൈദ്യശാസ്ത്ര ഇന്ധന സൂചിക്കും മരുന്നിനും കടന്നിലവാത്ത മനുഷ്യമനസ്സിൻ്റെ ഗാഥനങ്ങളിലെ മുറിവേറ്റ ചിന്തകളിൽ വേദനിപ്പിക്കുന്ന ഓർമ്മകളിലേക്ക് ആദ്യയിലേക്ക് ഭീതിയിലേക്ക് കർത്താവ് കടന്നു ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയങ്ങളും ഭീതികളും ഉത്കണ്ഠകളും നിരാശകളും അതിൻ്റെ ആദ്യ കാരണങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ. പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ നോക്കണമേ. ആരാധനേ പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ നോക്കണമേ. കണ്ണുകളടച്ച കൈകൾ കുപ്പി ശിരസമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ആദരവോടെ ആയിരിക്കുക. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധനയുടെ ശക്തിയാൽ അങ്ങയുടെ അടിയങ്ങൾ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ആരാധ്യനെ, കർത്താവ് പരമോന്നതനെ, നിന്റെ തിരുമുറിവാർന്ന വലതുകരം ഓരോ മകളുടെ മേലും വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശയെ നിബന്ധിച്ച മനുഷ്യര്, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് സാമ്പത്തിക ബാധ്യതകളുള്ളവര്, കേസുള്ളവര്, മക്കളെക്കുറിച്ച് വല്ലാത്ത വേദന അനുഭവിക്കുന്നവര്, ജോലി നഷ്ടപ്പെട്ടവർ, നഷ്ടപ്പെടാൻ പോകുന്നവര്, അതിൻ്റെ പേര് കേസ് അയക്കുന്നവര്, ഗവൺമെൻറ് സർവീസിൽ നിന്നും സ്വകാര്യ സർവീസിൽ നിന്നും പുറത്ത് നിൽക്കുന്നവര്, എല്ലാവരെയും ഈ സമയത്ത് കണ്ണുനീരുടെ ഓർക്കുന്ന കർത്താവേ, അമ്മേ പരിശുദ്ധമേ, അവർക്ക് വീഞ്ഞില്ല, അവർക്ക് സമാധാനമില്ല, അവർക്ക് സന്ധിപ്പില്ല, അവർക്ക് ആശ്വാസമില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അങ്ങനെ തിരുസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളെ പരിശുദ്ധമ്മ ദേവമാതാവ് കർത്താവിന് തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ദൈവികമായ കൃപ ചൊരിയണ സമയമാണ്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. പരിശുദ്ധനേ പരമോന്നത യേശുവേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ നോക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ കുറിച്ച് കൈകള് കുപ്പി കണ്ണുകൾ അടച്ച് ശിരസ് നമിച്ച്
സ്വന്തം കുടുംബത്തിലെ കണ്ണുനീര് ഓർത്തുകൊണ്ട് മാതാവിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ഈശോയ്ക്ക് അത് ഏൽപ്പിക്കുന്ന വലിയ സമയമാണ്. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, അനേക ആയിരങ്ങൾ ഇവിടെയും ഓൺലൈനിലും പ്രാർത്ഥിക്കുന്ന, ഇന്നുവരെ അമ്മ ചെയ്തിട്ടുള്ള എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി പറയുന്ന, ഓരോ ദിവസവും നൂറുകണക്കിന് മക്കൾ സാക്ഷ്യം പറയുന്ന ഓർത്ത് സ്വസ്ത്രം ചെയ്യുന്ന, നിങ്ങൾക്കറിയാൻ നടന്നിട്ടുള്ള 10,000-കണക്കിന് ആരാധനകൾ അമ്മയുടെ പ്രത്യക്ഷഗണത്തിൻ്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾക്ക് അവകാശമാക്കാൻ, ഓഹരിയാക്കാൻ അങ്ങനെ അടിയൻ അഭിഷിക്ത കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ, സ്വർഗം തുറക്കണമേ, സ്വർഗം തുറക്കണമേ കർത്താവെ, സ്വർഗം തുറക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ വലതുകരം അങ്ങയുടെ മക്കളിലേക്ക് നീട്ടണമേ. കർത്താവിൻ്റെ കരുണ നിങ്ങൾ ചൊരിയട്ടെ. സാമ്പത്തിക ബാധ്യതകൾ, ശാരീരികമായ രോഗങ്ങൾ, ആശുപത്രിയിൽ കിടക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, ഭവനരഹിതർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവർ, മക്കളുടെ ദൗർഭാഗ്യകരമായ സ്വഭാവങ്ങൾ മൂലം വേദന അനുഭവിക്കുന്നവർ, വിവാഹത്തിൽ ജീവിത പങ്കാളി കിട്ടാത്തവർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വേദനകൾ അനുഭവിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. വിശ്വാസം കുറഞ്ഞവരും പ്രാർത്ഥന കുറഞ്ഞ ഭവനങ്ങൾ, വിവാഹ ദമ്പതികൾ പരസ്പരം മാനസികമായിട്ട് അകന്നു പോകുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അതുപോലെ വിവാഹമോചനത്തിന് വക്കിലേക്ക് പോകുന്നവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ജപ്തി നടപടി നേരിടുന്നവർ, കർത്താവ് ഓരോരോ വിഷയങ്ങളിൽ ഓരോരോ വേദന, കാർഷിക തകർച്ചയുള്ളവർ, മത്സ്യബന്ധന മേഖലകളിൽ വേദന അനുഭവിക്കുന്നവർ, കർത്താവ് സാമ്പത്തിക ബാധ്യതയുള്ളവർ, തങ്ങളുടെ തൊഴിൽ ചെയ്യാൻ നിവൃത്തിയില്ലാത്ത കൊണ്ട് നാടുവിടാൻ ആഗ്രഹിക്കുന്നവർ, എന്നിട്ടും അതിനുള്ള മാർഗം കിട്ടുക വരാത്തവർ, ഇങ്ങനെ ഓരോരോ തരത്തിലെ ജീവിത പങ്കാളികളുമായിട്ട് പ്രയാസങ്ങൾ അകന്ന് ജീവിക്കുന്നവരെ എല്ലാവരും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ ചൊരി പ്രാർത്ഥിക്കുക. അടിപ്പിണർ പോലെ വൈദ്യാഘാതമായ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങി വസിക്കട്ടെ. കർത്താവെ, മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത ഭാരങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുമ്പിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നതാ യേശുവേ, അണയുന്നു ഞാൻ തിരുമുമ്പിലായി, അലിവോടെ എന്നെ നോക്കണമേ. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും കൃപാസനത്തിൽ പ്രത്യക്ഷയായ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഹെബ്രായർ 6:1 തിരുവചനമനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, നിർജീവ പ്രവൃത്തികളിൽ നിന്ന് വ്യതിചലിച്ച് ഈശോയെ സജീവ സാക്ഷികളായി പിതാവിലേക്ക് നീ ആരോഹണം ചെയ്തതുകൊണ്ട്, സഹായകനെ ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുകൊണ്ട് വലിയ കാര്യങ്ങൾ ഉടമ്പടി വഴി ചെയ്യുവാൻ, നിവർത്തിയാക്കുവാൻ, പൂർത്തീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ